നേതൃത്വത്തെ വെല്ലുവിളിച്ച് പാലക്കാട് കോട്ടായിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗം. മണ്ഡലം പ്രസിഡന്റ് കെ മോഹൻകുമാറിന്റെ നേതൃത്വത്തിലാണ് നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധ യോഗം ചേർന്നത്. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ ഒരു ഗ്രൂപ്പിനെ മാത്രം വളർത്തുകയാണെന്നും വിമതർ ആരോപിച്ചു. കോൺഗ്രസ് പതാകകളും നേതാക്കളുടെ ചിത്രങ്ങളുമൊക്കെ വെച്ചാണ് DCC നേതൃത്വത്തിനെതിരെ കോട്ടായിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് എ തങ്കപ്പനും നേതൃത്വവും കോട്ടായിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുന്നില്ല എന്ന ആരോപണമാണ് മണ്ഡലം പ്രസിഡന്റ് നേതൃത്വം വഹിക്കുന്ന വിമത വിഭാഗം ഉന്നയിക്കുന്നത്. DCC പ്രസിഡന്റിന്റെ ഗ്രൂപ്പുകാരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നും വിമതർ ആരോപിച്ചു. DCC പ്രസിഡന്റ് ഇക്കാര്യത്തിൽ നിസ്സഹായനാണ്. അദ്ദേഹത്തിന്റെ കൈകളിലും കാലിലും മാത്രമല്ല നാവിനടക്കം ഗ്രൂപ്പിന്റെ മുതലാളിമാർ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. കോട്ടായ പഞ്ചായത്തിൽ 48 വർഷമായിട്ട് ഇവിടെ ഇതര പാർട്ടികളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് അധികാരം വളരെ വിദൂരത്തിലാണ്. അതുപോലെ തന്നെ BJPയുടെ വളർച്ച ഇവിടെ അനുസൃതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ ആകെയുള്ള ഒരു സൊസൈറ്റിയാണ്, അതടക്കം പോവുകയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളെ DCC നേതൃത്വത്തെയും KPCC നേതൃത്വത്തെയും അറിയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഇവിടുത്തെ ഗ്രൂപ്പിസം ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ പഞ്ചായത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിൽ യാതൊരു പിന്തുണയും DCC പ്രസിഡന്റ് ഭാഗത്തുനിന്നില്ല എന്നത് വളരെ സങ്കടത്തോടെ ബോധിപ്പിക്കുകയാണ്. നിരവധി തവണ പരാതികൾ നൽകിയിട്ടും നടപടിയെടുക്കാത്തതിനാൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളടക്കം 14 പേർ ഈ അടുത്ത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. ഭൂരിപക്ഷ തീരുമാനത്തിനനുസരിച്ച് പാർട്ടി വിടണോ മറ്റേതെങ്കിലും പാർട്ടികളിൽ ചേരണമോ എന്ന കാര്യം പരിശോധിക്കുമെന്നാണ് വിമതപക്ഷത്തിന്റെ നിലപാട്. അതേസമയം AV ഗോപിനാഥിന്റെ പെരിങ്ങോട്ടുകുറിശിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടായിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വിമത നീക്കത്തിന് പിന്നിൽ CPM ആണ് എന്നാണ് ഔദ്യോഗിക പക്ഷം പറയുന്നത്. ജനം, പാലക്കാട്.